നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കരിക്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങയുടെ വിലയോടൊപ്പം കരിക്കിൻ്റെ വിലയും നല്ല രീതിയിൽ കൂടുകയാണ്. ഇപ്പോൾ ഒരു കരിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ, അത് പൊട്ടിച്ച് കുടിക്കണമെങ്കിൽ ഏകദേശം 45 മുതൽ 50 രൂപ വിലയാണ് എല്ലാ പ്രദേശങ്ങളിലും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കരിക്കിന് കൂടുതൽ ആവശ്യക്കാരാണ് കൂടുതൽ. ഇത് കരിക്കിന് എത്തുന്നതോടെ തേങ്ങ വിലയും വീണ്ടും കൂടാനാണ് സാധ്യത. മഴക്കാലങ്ങൾ തീരുന്നതോടുകൂടി ചൂടുകാലം തുടങ്ങുന്നതോടുകൂടി കരിക്കിന് ഏറെ പ്രിയമാവും. നിലവിൽ നാളികേരത്തിൻ്റെ വില 90-ന് മുകളിലാണ്. നാടൻ തേങ്ങയ്ക്ക്, ചകരിയില്ലാത്ത മുട്ടത്തേങ്ങയ്ക്ക്. തേങ്ങയ്ക്ക് ഇങ്ങനെ വില കൂടുമ്പോൾ ആനുപാതികമായി വെളിച്ചെണ്ണയുടെ വിലയും ഏറ്റവും ഉയരത്തിൽ പോകും. ഇപ്പോൾ കൊപ്ര കിട്ടാനുമില്ല. അതിന് കൊപ്ര 219 വിപണിയിൽ ഇപ്പോൾ. നമ്മുടെ സംസ്ഥാനത്തേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ കരിക്കുകൾ വരുന്നുണ്ട്. അവർക്കെല്ലാം നല്ല കോളാണ് ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ. സംസ്ഥാനത്തെ ഒറ്റയിടങ്ങളിൽ തെങ്ങിന് മണ്ടരി രോഗം ബാധിച്ച് അതൊരു തിരിച്ചടിയായിട്ടുണ്ട് തേങ്ങ കിട്ടാൻ. കൂടാതെ കൊമ്പൻചെല്ലിയുടെ ആക്രമണവും രൂക്ഷമായതോടുകൂടി കേര കർഷകർ വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കരിക്കിന് ഏറ്റവും പ്രിയം കൂടുന്നത്. കരിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആരോഗ്യ ഗുണമെന്നുള്ള, വയറിളക്കത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഉടനെ അന്വേഷിക്കുന്നത് കരിക്കും വെള്ളമാണ്. മുമ്പ് അന്യ സംസ്ഥാനങ്ങളിൽ കരിക്കിന് 25 രൂപയായിരുന്നു. ഇപ്പോൾ അവിടെയും 50 രൂപയാണ് വിൽപ്പന നടക്കുന്നതെന്ന് പറയുന്നത്. കരിക്കും തേങ്ങയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വെള്ളയ്ക്ക വന്ന് 5 മാസമായാൽ കരിക്കായി വിൽപ്പന നടത്താനാകും. എന്നാൽ തേങ്ങ പൂർണ്ണ വളർച്ചെത്താൻ 11 മാസമെങ്കിലും വേണം. ഈ സമയത്തിനുള്ളിൽ 2 കരിക്ക് വിളവെടുക്കാനാകും. അങ്ങനെ അവർക്ക് 2 കരിക്ക് വിളവെടുക്കുമ്പോൾ 100 രൂപയാണ് ലാഭം അവിടെ. അതുകൊണ്ടാണ് ചില കർഷകർ ഈ കരിക്കിലോട്ട് തിരിയുന്നത്. കരിക്കിന് ആവശ്യക്കാരേറെയാൽ നമ്മുടെ അടുക്കള ബഡ്ജറ്റിൽ താളം തെറ്റും. ലാഭം ലക്ഷ്യമാക്കി കരിക്ക് കച്ചവടക്കാർ സജീവമായതോടുകൂടി തേങ്ങയുടെ വില ഇനിയും വർദ്ധിക്കുമെന്നാണ് പലരും പറയുന്നത്. കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ സെപ്റ്റംബർ 25 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാലൻ. 1600 രൂപയാണ് ഒരാളുടെ കൈകളിൽ എത്തുന്നത്. ഏതാണ്ട് 62 ലക്ഷത്തോളം പേർക്കാണ് ഈ തുക ലഭിക്കുന്നത്. 26 ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തുകയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകളിലൂടെ വഴി നേരിട്ട് കൈകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പാവങ്ങളെ സംരക്ഷിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ, ഐശ്വര്യത്തിനും സമാധാനത്തിനും മറ്റും മരുന്ന് വാങ്ങിക്കാനാണ് ഇങ്ങനെ ഓരോ മാസവും മുടക്കമില്ലാതെ ക്ഷേമ പെൻഷനുകളും മറ്റും കൊടുക്കുന്നത്. ഇവർക്കത് കൈ കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അവർ അടുത്തുള്ള കടകളിൽ കടം പറ്റിയാലും ആ പൈസയൊക്കെ കൊടുത്ത് വളരെ സന്തോഷിച്ചാണ് നടക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു. നിങ്ങൾക്ക് ജീവിതത്തിലൊരു പ്രചോദനമായി തീരട്ടെ ഈ വീഡിയോ. ഒപ്പം നമ്മുടെ കൃഷികൾ സമ്പത്തിനെ വികസിപ്പിക്കുകയും നട്ടുപരിപാലിക്കുകയും ചെയ്യാം.